ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നോമ്പൊക്കെ ഇതാന്ന് പറഞ്ഞപ്പോൾ തന്നെ വന്ന് നോമ്പ് തീരാറായില്ലേ. ഇപ്പോൾ ഇനിയിപ്പോൾ പെരുന്നാൾ ആഘോഷിക്കണ തിരക്കിലാവും എല്ലാവരും. അപ്പോൾ എല്ലാവരും മക്കൾക്ക് ഡ്രസ്സൊക്കെ എടുത്തോ അല്ലേ എന്നൊക്കെ കമൻറ്റിലൂടെ പറയാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ചിലരൊക്കെ എടുത്തിട്ടുണ്ടാവും. അവൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാവില്ലേ, ഡ്രസ്സ് എടുക്കാത്തവരും ഉണ്ടാവും, എടുത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളെന്തായാലും ഇപ്രാവശ്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ മക്കൾക്ക് ഫാൻസി ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടില്ലേനും, അതേപോലെ ചെരുപ്പ് അങ്ങനെയുള്ളതൊന്നും വാങ്ങിച്ചിട്ടില്ലേനും കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയതേനും. അപ്പോൾ അതൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു കോൾ വന്നു. നമുക്കിന്ന് കാറ്ററിങ്ങിൻ്റെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടേനി. ചെറിയ ഓർഡറാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പുറത്തിറങ്ങിയാലും അറിയാലോ, നമ്മൾ നോമ്പ് നോറ്റ് പുറത്ത് കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ വരുമ്പം ഭയങ്കര ക്ഷീണവും കുഴക്കുവയ്ക്കാരം. അങ്ങനത്തെ ദിവസം നമുക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും ഒരു മൂടുണ്ടാവില്ലല്ലേ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊക്കെ ചെയ്തു. പക്ഷേ അവർ കുടുങ്ങിയിട്ടാണ്. ഇങ്ങനെ എന്താ പറയുക, തയ്യൽ കട നടത്തുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് പിന്നെ ഇനിയിപ്പോൾ ഇവിടുന്ന് പോയിട്ട് ഫുഡ് ഉണ്ടാക്കലൊന്നും നടക്കില്ല, കുറേ തയ്ക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മക്കൾക്ക് ചെരുപ്പൊക്കെ വാങ്ങിച്ച് പോന്നപ്പോൾ ഞാൻ അവിടുന്ന് ചിക്കനും വാങ്ങിച്ച് പോന്നു. പിന്നെ സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മളെ വീട്ടിലുണ്ടായിന്. അതുപോലെ അരി, നെയ്യ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിന്. അപ്പോൾ ഇനിയിപ്പോൾ ഒരാൾ ബുദ്ധിമുട്ടിയിട്ടല്ല നമ്മളോട് പറയണത്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോന്നപ്പോൾ ചിക്കനൊക്കെ വാങ്ങിച്ച് പോന്നു. പിന്നെ വീട്ടിലെത്തി നമ്മളെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം, ളുഹർ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മക്കൾ സവാളയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞൊക്കെ തരുന്നുണ്ട്. പിന്നെ ഞാൻ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ടേന്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അതിൽ ഉപ്പുമുളകും ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തന്നെ പുറത്ത് പോയി വന്നപ്പോൾ 2 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 2:30 കഴിക്കണം കേട്ടോ കിച്ചണിക്ക് വന്നപ്പോൾ തന്നെ. അപ്പോൾ ഇനി വേഗം ഇതൊന്ന് ദമ്മിട്ട് റെഡിയാക്കി എടുക്കണം, നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഞാൻ കുക്കർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് 2 കിലോ ബിരിയാണിയാണ് കേട്ടോ പിന്നെ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിതാ സവാള അരിഞ്ഞതും തക്കാളി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകൊക്കെ ചതച്ചതൊക്കെ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പം അത് വഴറ്റി കുറേ സമയം നമുക്ക് വേസ്റ്റ് ആവില്ല. അതങ്ങനെ വേവിക്കാൻ വെച്ചതിന് ശേഷം അടുപ്പ് കത്തിച്ചിട്ട് ഞാൻ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിന് ചിക്കന് എത്ര സമയം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സമയമൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ മതി. പിന്നെ ശരിക്കും അതിൻ്റെ ആ 2 വശമൊന്നും മൊരിഞ്ഞൊക്കെ റെഡിയാക്കി കിട്ടിയാൽ മതി. പിന്നെ നമ്മളിത് വേവിച്ചെടുക്കണില്ല, ദം ചെയ്തെടുക്കണില്ല. അപ്പോൾ ദമ്മിൽ കടന്നിട്ട് വെന്തോളും. ചിക്കനിൽ ആ വെള്ളം പൊടിഞ്ഞ് വരാതെക്കാനാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വെന്ത് ഉടഞ്ഞു പോകാതെക്കാനാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവിടെ അടുപ്പൊക്കെ കത്തിച്ചുകൊണ്ട് നമ്മളെ ഉരുളിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേന്. പിന്നെ ആദ്യം അതിക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുത്തിട്ട് അതിൽ ഞാൻ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തു. അതുതന്നെയാണ് നമ്മളെപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യൽ. ഈ ഉരുളിയിലാവുമ്പോഴേ പെട്ടെന്നാവും കേട്ടോ. പിന്നെ നമ്മൾ അല്ലാന്നുണ്ടെങ്കിൽ ഗ്യാസുമ്പോൾ പോയിട്ട് പിന്നെ വേറെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതിന് സമയവും വേസ്റ്റാണ്. പിന്നെ ഇതിപ്പോൾ ഏതായാലും ചൂടായി കിടക്കല്ലേ. അപ്പോൾ അതിലതാണ് ഫ്രൈ ചെയ്തെടുത്ത് ആ ഒരു പണി തീരുമല്ലോ. അങ്ങനെ ചിക്കനും ഒരു 2 പ്രാവശ്യമൊക്കെ ആയിട്ടിട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ആ ഒരു എണ്ണയ്ക്ക് തന്നെ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച ആ ഒരു സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തുട്ടോ. എന്നിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം അതിക്കിടാനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു. മസാലപ്പൊടികൾ എന്ന് പറയാനുള്ള പൊടികളൊന്നുമില്ല. പിന്നെ ബിരിയാണി മസാലയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ എരിവിന് പച്ചമുളക് അത്യാവശ്യത്തിന് നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ വേറെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ടേനി. പിന്നെ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ നാരങ്ങ നീര് അതേപോലെ തൈര് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർത്തിന് കേട്ടോ. പിന്നെ ഉപ്പൊക്കെ ആവശ്യത്തിനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ചിക്കനൊക്കെ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്തു. ഇനി ഇതിലൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടുപ്പത്ത് വെക്കും. വേവിച്ചെടുക്കൊന്നുമില്ല കേട്ടോ, ഒരുപാട് സമയമൊന്നും. ഒരു 5 മിനിറ്റ് 2-3 മിനിറ്റ് ഇങ്ങനെ അടുപ്പത്ത് വെക്കും. എന്നിട്ട് പിന്നെ ആ തിള വരുന്നോട് കൂടിയിട്ട് പിന്നെ അടുപ്പത്തു നിന്നാണ് വാങ്ങി വെക്കും. പിന്നെ വേഗം അരി തിളപ്പിച്ചുവിട്ടാൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല കത്തുന്ന വിറകുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ വെള്ളമൊക്കെ പെട്ടെന്ന് തിളച്ച് കിട്ടും. കത്താത്ത വിറകാണെങ്കിൽ പിന്നെ നമ്മൾ ഊതി വീർപ്പിച്ച് അങ്ങനെ നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പോൾ നല്ല വിറകൊക്കെ വാങ്ങിച്ചതുകൊണ്ട് അതിനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിന്. വെള്ളം തിളച്ചപ്പോൾ പിന്നെ ഞാൻ ഈ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ മല്ലിയില അരിഞ്ഞതും പുതിനയില അരിഞ്ഞതും ഏലക്കായ കറാമ്പൂ പട്ട അങ്ങനെയുള്ളതൊക്കെ വെള്ളത്തേക്ക് ചേർത്തിന് കേട്ടോ. പിന്നെ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിന്. അതേപോലെ പിന്നെ നാരങ്ങ നീര് ചേർത്തിട്ടുണ്ടേനി. പിന്നെ ഇന്ന് ക്യാരറ്റ് കിട്ടിയിട്ടില്ലേനി കേട്ടോ. ക്യാരറ്റ് എൻ്റെ അടുത്ത് ഇല്ലേനി. പിന്നെ ഞാൻ പുറത്തുനിന്ന് പോന്നപ്പോൾ വാങ്ങിക്കാൻ മറന്നു ചെയ്ത്.
അപ്പോൾ ഇന്ന് ക്യാരറ്റ് ഇല്ലാത്ത ബിരിയാണിയാണ് കേട്ടോ. ക്യാരറ്റ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല എന്നുള്ളൂ കേട്ടോ. അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഒന്ന് പിന്നെ ചെമ്പക്ക് മസാലയൊക്കെ ആക്കി കൊടുത്തത്. അപ്പോൾ ചെമ്പക്ക് മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആ ഒരു ഉരുളിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുഴറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും കേട്ടോ, ഒരു ചെറിയൊരു നനവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പിന്നെ എന്നാൽ എന്താ അറിയോ, നമ്മൾ അടുപ്പത്ത് വെച്ചാണ്ട് ദം ചെയ്തെടുക്കുമല്ലോ, ആ സമയത്ത് തീ കത്തിച്ചു കൊടുക്കുമ്പോൾ ഒരു പേടിക്കണ്ട, അടിയിൽ പിടിക്കണ ആ ഒരു പേടി ഉണ്ടാവില്ല. പിന്നെ അരിയൊക്കെ ഊറ്റണ സമയമൊക്കെ ആയി. അങ്ങനെ അരിയൊക്കെ ഇതാ ചിഞ്ചുമോൾ ഊറ്റി തരുന്നുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ പിന്നെ സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തതൊക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യും സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ഷീണം കുഴക്കൊന്നും അങ്ങനെ ഉണ്ടാവില്ല. കാരണം പുറത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചിട്ടോ ക്ഷീണം കുഴക്കൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് നമുക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോഴോ ചിലപ്പോൾ ഭയങ്കര മടിയേക്കാരം. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ പുറത്തൊക്കെ പോയി കുഴങ്ങി വരുമ്പോൾ കേട്ടോ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഫുഡ് ഉണ്ടാക്കണ ഇഷ്ടം തന്നെയാണ്. പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മളവിടെ പിന്നെ നമ്മളെ നാട്ടിൽ സമൂഹത്തുറവുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പെലച്ചക്കുള്ള ഫുഡ് മാത്രമേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ഇനി ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാൽ മതി, അല്ലാതെ പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഊറ്റിയിട്ട് ദമ്മുക്കാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് മൈദ വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അടപ്പൊക്കെ വെച്ചുകൊണ്ട് നല്ലോണം ഒന്ന് അമർത്തി കൊടുത്താൽ നല്ല ടൈറ്റായിട്ട് അവിടെ നിന്നോളൂ അടപ്പ്. പിന്നെ ആവി പുറത്തേക്ക് പോവേ ഒന്നും ചെയ്യൂല. അപ്പോൾ നമ്മളെ ബിരിയാണിക്ക് നല്ലോണം ദമ്മൊക്കെ കയറും. പിന്നെ കമൻറ്റിലൂടെ ആരോ ചോദിച്ചിട്ടുണ്ടായിന് കേട്ടോ, നിങ്ങൾ ഈ മൈദ വെച്ച് ഒട്ടിക്കലൊക്കെ എപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടേനി. അപ്പോൾ നമ്മൾ പഴഞ്ചനല്ലേ, അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ എപ്പോഴും. അങ്ങനെ പിന്നെ നമ്മളെ ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തു. പിന്നെ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഓലക്കൊടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് 3 ഭാഗത്തും, എന്നിട്ട് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിലരൊക്കെ ചോദിക്കും, ഇങ്ങനെ ഓലക്കൊടി വെച്ചിട്ട് കത്തിക്കുമ്പം പുക ചുവക്കൂലേ ബിരിയാണി? ഒരു പുക ചുവക്കലും ഉണ്ടാവില്ല കേട്ടോ, അതിങ്ങനെ പുകഞ്ഞ് കിടക്കുമ്പോഴുള്ളൂ. ഇങ്ങനെ നല്ലോണം ഇങ്ങനെ കത്തി കഴിഞ്ഞാൽ പിന്നെ പുക ചുവക്കൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് ചിരട്ടയൊക്കെ ഇട്ടാണ്ട് പാളിപ്പിച്ച് കത്തിക്കുകയൊക്കെ ചെയ്യാം. അതിന് നല്ല കനമുള്ള ചെമ്പൊക്കെ ആവണം. നമ്മളെ ചെമ്പ് ഇപ്പോൾ ഈ അലുമിനിയത്തിൻ്റെ ചെമ്പല്ലേ, ഇങ്ങനത്തെ ചെമ്പിലൊക്കെ പെട്ടെന്ന് അടി പിടിക്കും. അപ്പം ഒരുപാട് തീ കത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മസാലയൊക്കെ കരിയും, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ ബിരിയാണി. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യൽ. എന്നാലും നമ്മളെ ബിരിയാണിക്ക് ഒരു കുഴപ്പം ഉണ്ടാവലില്ല. പിന്നെ കുറച്ച് കനൽ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കും, ഒരു വെയിറ്റും വെച്ച് കൊടുക്കും. പിന്നെ താഴെയുള്ള കനലൊക്കെ അതിന് മാറ്റും ചെയ്യും കേട്ടോ. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ചെമ്പ് അടുപ്പത്തുനിന്ന് എടുക്കുകയുള്ളൂ. അപ്പോൾ നല്ലോണം ദമ്മൊക്കെ കയറിക്കോളും. താഴത്തുള്ള ആ ചൂടും മേലെ നമ്മൾ കനലിട്ട് കൊടുത്ത ചൂടൊക്കെ കൂടെ ചെല്ലുമ്പോൾ പിന്നെ ബിരിയാണിക്ക് നല്ലോണം ദമ്മൊക്കെ കയറി ഉഷാറായിക്കോളും. പിന്നെ അകത്ത് വന്നിട്ട് തൈരും അച്ചാറും ഒക്കെ റെഡിയാക്കി എടുത്തു, ഒക്കെ പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പോയി അസറൊക്കെ നിസ്കരിച്ച് വന്നു. ഒക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കൊടുക്കാനായിട്ടോ ടൈം. അപ്പോൾ നമ്മളടുത്തുള്ള കാക്കയാണ് കേട്ടോ നമ്മളെ ഫുഡൊക്കെ കൊണ്ടുപോകൽ. പിന്നെ ചില ആൾക്കാർ ഫുഡ് ഓർഡർ ചെയ്യണ പോലെ തന്നെ ഫുഡ് നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യും, പാത്രങ്ങളും ഓരെന്നെ കൊണ്ടുവന്ന് തരും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാൻ ആളില്ലാത്തവർ നമ്മളോട് വിളിച്ച് പറയും, നിങ്ങൾ കൊടുത്തയച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ ഞാൻ കാക്കാൻ്റെ കയ്യിൽ കൊടുത്തയക്കും. ഇനി പാത്രങ്ങളും കാക്ക പിന്നെ ഒഴിപോലെ പോയിട്ട് പാത്രങ്ങളും കൊണ്ടുവരും. അങ്ങനെ നമ്മളെ ഫുഡൊക്കെ കൊടുത്തയച്ചിട്ടോ. പിന്നെ ഞാൻ പോയിട്ട് ഒന്ന് കുളിച്ചൊക്കെ വന്ന് ഇനി നമ്മളെ സമൂഹത്തുറവിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അയൽവാസികളൊക്കെ എന്നെ കാത്തിക്കേനി. അപ്പോൾ എന്നത്തെ നോമ്പ് തുറൻ്റെ പോലെയല്ല കേട്ടോ, നല്ല ഉഷാറേനി. കാരണം ഈ ഒരു പാടത്ത് എല്ലാവരും കൂടിയിട്ട് പിന്നെ നമ്മളെ ജാതി ഭേദമന്യേ എല്ലാ മതസ്ഥരും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല സ്നേഹത്തോടെ സൗഹൃദത്തോടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് നോമ്പൊക്കെ തുറന്ന് നല്ല റാഹത്തോടെ ഫുഡൊക്കെ കഴിച്ചാണ് കേട്ടോ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പാടത്താണ് കേട്ടോ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലമൊക്കെ ഒരുക്കിയിട്ടുള്ളത്. പിന്നെ പാടത്തായതുകൊണ്ട് തന്നെ നല്ല കാറ്റും എന്താ പറയുക, നല്ലൊരു വൈബ് തന്നെയാണ് കേട്ടോ. എനിക്ക് പറയാൻ കിട്ടണില്ല വാക്കുകൾ, അത്രയും നല്ല ഉഷാറായിട്ടാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ നാട്ടിലത്തെ സമൂഹത്തുറവിയാണ് കേട്ടത്. നമ്മളെ സ്ഥലം എവിടെയെന്ന് വെച്ചാൽ കരുളായി കളന്ന് പറയും കേട്ടോ ഇവിടേക്ക്. അപ്പോൾ ഈ ഒരു പാടത്ത് ഇതേപോലെ നോമ്പ് തുറവിക്കുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി തരാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെയുള്ള പിന്നെ യുവാക്കളൊക്കെ. അപ്പോൾ എന്നും ഈ ഒരു സൗഹൃദം നിലനിന്ന് പോട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിന് കേട്ടോ അതേപോലെയുള്ള സമൂഹത്തുറവി. അന്ന് ഞാൻ പോന്നിട്ടില്ല, ഇനി മക്കൾ മാത്രമേ പോന്നിട്ടുള്ളൂ. ഇനി പിന്നെ നോമ്പ് തുറക്കാനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ കാരക്ക, ഫ്രൂട്ട്സ്, ജ്യൂസ്, അതേപോലെ ചിക്കൻ ബിരിയാണി ഉണ്ട്, ബീഫ് ബിരിയാണി ഉണ്ട്. നമുക്ക് ഏതാണോ വേണ്ടത് വിളമ്പിത്തരും. പിന്നെ ഇവിടെ പുരുഷന്മാർക്ക് മാത്രമല്ല കേട്ടോ, സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരു ടേബിളും കസേരയൊക്കെ ഒരുക്കിയിട്ടുണ്ട്.
പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഇട്ടത്, നമ്മുടെ തറവാട് വീടിൻ്റെ നേരെ താഴെയാണ് ഈ ഒരു പാടമുള്ളത്. ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ചില ടൈമിലൊക്കെ ആദ്യമൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ പച്ച വിരിച്ച പാടങ്ങളൊക്കെ ഇങ്ങനെ രാവിലെ ഐഫക്കുട്ടിനെ മദ്രസക്ക് കൊണ്ടാക്കാൻ പോകുമ്പോൾ ഞാൻ അങ്ങനെ വീഡിയോയിൽ കാണിക്കലുണ്ട്. ആ ഒരു പാടത്താണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ ബാഗൊക്കെ കൊടുത്തു, എല്ലാവരും നോമ്പൊക്കെ തുറന്നു. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ചോറ് കഴിക്കാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി. ബീഫും ചിക്കനൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ബീഫ് ബിരിയാണിയാണ് എടുത്തത്. പിന്നെ ആണുങ്ങൾക്കൊക്കെ നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ പള്ളി ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. നമുക്ക് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ പോകണം. അപ്പോൾ പിന്നെ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം പിന്നെ പോകാൻ വേണ്ടിയിട്ട് വേഗം ഫുഡൊക്കെ കഴിക്കാണ് കേട്ടോ. കാരണം നമ്മളിങ്ങനെ നോമ്പ് തുറവിക്കൊക്കെ പോന്നിട്ട് നമ്മളെ നിസ്കാരം കളാക്കാൻ പറ്റില്ലല്ലോ. പിന്നെ മക്കളൊക്കെ കുറച്ച് നേരത്തെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിരിക്കണോടത്തല്ല അവരിയ്ക്കണത്. ഞാൻ പിന്നെ നമ്മളെ അയൽവാസികളൊക്കെ അടുത്താണ് കേട്ടോ. പിന്നെ എനിക്ക് സീറ്റൊക്കെ കിട്ടിയത്. അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മളമ്മയും അനിയത്തിക്കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഓരോന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല, എവിടെയൊക്കെയോ കാണിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മൾ നോമ്പ് തുറൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പാടത്താണ്. അപ്പോൾ ആ മേലെ ഭാഗമൊക്കെ കാണുന്നില്ലേ, അവിടെയൊക്കെ പാടാണ് കേട്ടോ. പിന്നെ ആ വെള്ള കാണുന്നത് അവിടെയാണ് പള്ളി. അപ്പോൾ പുരുഷന്മാർക്കൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം പള്ളിയിൽ പോയി നിസ്കരിക്കുക. അപ്പോൾ ഞങ്ങളങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്നത്തെ നോമ്പുതുറ എന്നത്തെയും പോലെയല്ല കേട്ടോ, ഒരുപാട് സന്തോഷമായി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് നോമ്പൊക്കെ തുറന്നപ്പോൾ ഒരു പ്രത്യേക സന്തോഷവും പ്രത്യേക വൈബൊക്കെ കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ചിഞ്ചു വരുന്നുണ്ട്.